തോൽവി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ തോൽവി നെഗറ്റീവ് ആണോ? ശരിക്കും പരാജയത്തെ നമ്മൾ സമൂഹം പറഞ്ഞു വെച്ചേക്കുന്നത് അതിങ്ങനെ നമ്മുടെ ഒരു തോൽവിയാണ്, നമ്മുടെ ഒരു കഴിവില്ലായ്മയാണ്, നമ്മളൊരു കഴിവുകെട്ടവനാണ്, നമ്മൾ പരാജയപ്പെടുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു സാധനമാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് തോൽവികളെ കുറേ കൂടി ഭയമാണ് എന്ന് നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് തോറ്റതിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ചെയ്ത് കിട്ടിയില്ല എങ്കിൽ, ഇപ്പോൾ വാഗ്ദാനം ചെയ്ത സമ്മാനം കൊടുത്തില്ല എങ്കിൽ അതിന് ദേഷ്യം പിടിക്കുക. തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിപ്പോൾ ഒരു ഡിവോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിവാഹിതരാവാത്ത ബ്രേക്കപ്പ് ആയിക്കോട്ടെ, കുറേ കാലം ഒരുമിച്ചുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബ്രേക്കപ്പ് ആകുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ വരും. ഒരു സൗഹൃദം തെറ്റിപ്പിരിഞ്ഞു പോയാൽ പ്രണയത്തിലുണ്ടാവുന്നതിനേക്കാളും വേദന ഒരുപക്ഷെ സൗഹൃദം ബ്രേക്കപ്പ് ആയി പോകുമ്പോൾ ഉണ്ടാകും. നമ്മൾ ഫ്രണ്ടിനോടെല്ലാം പറയും. ഇപ്പം അയാൾക്ക് ഇവിടുന്ന് മാറുന്നതാണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറുന്നതാണ് അയാൾക്ക് സമാധാനമെങ്കിൽ അയാൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കട്ടെ. അതെന്തിനാണ് നമ്മുടെ പരാജയമായിട്ട് കാണുന്നത്? കാരണം നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു കഴിവില്ലായ്മ, അവരുടെ പരാജയമായിട്ടാണ് അതിനെ കാണുക. ഒരു കുറ്റം ഇങ്ങോട്ട് പറഞ്ഞാൽ 40 എണ്ണം അങ്ങോട്ട് പറയും. അതൊന്ന്. ഇനി വേറൊരെണ്ണം ഉണ്ട്. നമ്മളിപ്പോൾ ഈ കുറ്റം പറഞ്ഞു എന്ന് വിചാരിക്കുക, ഭീകര ഡിഫെൻസീവ്. അതായത് ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ടാണത് ചെയ്തത്. അവിടെ എന്തോ ഒരു പ്രശ്നം കിടപ്പുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് ഇല്ലാതാക്കാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ബൈപ്പാസ് ചെയ്യാം? ക്രിസ്റ്റീന, തോൽവി എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് ആദ്യം വരുന്നത്? തോൽവി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം വരിക, ഞാൻ പരീക്ഷയ്ക്കൊക്കെ പണ്ട് ഈ ഒരു തോൽവിയാണ്. ആ തോൽവിയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ. എനിക്ക് എക്സാം ഫിയർ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് പരാജയം എന്ന് പറഞ്ഞിട്ട് ബാക്കി ലൈഫിൽ പല തരത്തിലുള്ള പരാജയങ്ങളുണ്ടല്ലോ. പക്ഷെ എനിക്ക് പരാജയം എന്ന് ഓർമ്മ വരുമ്പോൾ ആദ്യം പണ്ട് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ട്. എനിക്ക് എക്സാം ഫിയർ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ പരാജയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കണക്ട് ആവുന്നത് ആ ഒരു വാക്കിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ തോൽവി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ തോൽവി നെഗറ്റീവ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്തുകൊണ്ടാണ് തോക്കുന്നേ? നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ. ഒന്നും ചെയ്യാതിരുന്ന ആരും തോക്കില്ലല്ലോ. ഇല്ല. അപ്പം ട്രൈ ചെയ്തിട്ട് തോൽക്കുന്നതിനെ നമ്മളൊരു തോൽവിയായിട്ട് കാണണോ? അത് വേണ്ട. എനിക്കൊന്നിന് ശരിക്കും പരാജയത്തെ നമ്മൾ സമൂഹം പറഞ്ഞു വെച്ചേക്കുന്നത് അതിങ്ങനെ നമ്മുടെ ഒരു തോൽവിയാണ്, നമ്മുടെ ഒരു കഴിവില്ലായ്മയാണ്, നമ്മളൊരു കഴിവുകെട്ടവനാണ്, നമ്മൾ പരാജയപ്പെടുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു സാധനമാണ്. പക്ഷെ ആക്ച്വലി നമ്മളൊരു സാധനത്തിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ നമ്മൾ ശരിക്കും കഴിവില്ലാത്തവനല്ല. നമ്മളൊരു കാര്യം നമ്മുടെ മാക്സിമത്തിൽ ട്രൈ ചെയ്തു, പക്ഷെ എന്തുകൊണ്ടോ നമുക്കത് അനുകൂലമായി സംഭവിച്ചില്ല. അപ്പം നമ്മളതിനെ നമ്മൾ കുറേ സ്റ്റെപ്സ് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പം ആ എഫേർട്ടിനെ നമ്മൾ സ്വയം അംഗീകരിക്കണം. എന്നിട്ട് നമുക്ക് പറയണം, ഓക്കെ, ഇത് എൻ്റെ ഗോളിലേക്ക് ഞാൻ എത്താനെടുത്ത വഴികളുണ്ട്, ആ വഴികൾക്കായിരിക്കും മിസ്റ്റേക്ക് ഉണ്ടാവുക. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ആ വഴികൾ മാത്രം ഒന്ന് മാറ്റിയിട്ട് എൻ്റെ ഗോളിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം. പക്ഷെ ഞാനിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്, അപ്പം എനിക്ക് അത് സക്സസ്ഫുൾ ആവുന്നില്ല. അപ്പം ഞാനെന്ത് ചെയ്യും? എൻ്റെ ആ ഗോളെ അങ്ങ് ഉപേക്ഷിക്കും. ആക്ച്വലി എൻ്റെ ഗോളല്ല ഞാൻ ഉപേക്ഷിക്കേണ്ടത്. നമുക്ക് ചുറ്റുമുള്ള വിജയിച്ചു എന്ന് പറയുന്നവരെല്ലാവരും കുറേ തവണ പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടാവും. നമ്മളവരുടെ വിജയം മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ആ ട്രൈ ചെയ്യുന്ന നമ്മുടെ വഴികൾ എന്തൊക്കെയാണ്, അത് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ ഗോളിലേക്ക് പല തരത്തിലുള്ള, കാരണം നമ്മൾ ആ വഴികൾ തെറ്റാണെന്ന് നമ്മൾ ട്രൈ ചെയ്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലായത്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുക്കാം. പക്ഷെ നമുക്കത് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം സൊസൈറ്റി, ഇപ്പം ഞാനൊരു എക്സാമിന് പരാജയപ്പെട്ടു, അപ്പോൾ എന്താ സൊസൈറ്റി പറയുക, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കൂട്ടുകാരോ വീട്ടുകാരൊക്കെ പറയുക എന്താ, നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്നുള്ളതാണ്. പക്ഷെ അല്ല, നീ ഇപ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, അടുത്ത പ്രാവശ്യം വേറൊരു സാധനം ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് തരുന്നതെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ കോൺഫിഡൻസ് തരികയും ഈ വഴിയല്ല വേറൊരു വഴി നമുക്ക് ട്രൈ ചെയ്യാം എന്ന് നമുക്ക് നോക്കാനും പറ്റും. ഇപ്പം ഈ തോൽവിയെക്കുറിച്ച് പറയുമ്പം ഇപ്പോഴത്തെ തലമുറയ്ക്ക് തോൽവികളെ കുറേ കൂടി ഭയമാണ് എന്ന് നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട്. അതായത് ചെറിയ പരാജയങ്ങൾ പോലും അവർക്ക് വലിയ ഇല്ലായ്മകൾ, ഞാനവിടെ തീർന്നു എന്ന് വിചാരിക്കുന്നവരാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റതിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ചെയ്ത് കിട്ടിയില്ല എങ്കിൽ, ഇപ്പോൾ വാഗ്ദാനം ചെയ്ത സമ്മാനം കൊടുത്തില്ല എങ്കിൽ അതിന് ദേഷ്യം പിടിക്കുക,
അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടു, എത്രത്തോളം സത്യമാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് ഒരു പയ്യനും ഒരു പെൺകുട്ടിയും, ആ പയ്യനൊരു 21-22 വയസ്സ് കാണുമായിരിക്കും, ആ പെൺകുട്ടിക്ക് 18 എന്നാണ് അവർ പറയുന്നത്. അതായത് ഈ പെൺകുട്ടി പരീക്ഷ എഴുതാൻ വേണ്ടി വന്നതാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. പക്ഷെ പരീക്ഷ എഴുതാനുള്ള ഭയം കൊണ്ട് ആ കുട്ടി പയ്യൻ്റെ കൂടെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച് ഇപ്പോൾ വീട്ടമ്മയായിട്ട് ജീവിക്കുകയാണ്. ഇവരുടെ റീലുകളൊക്കെ വരുന്നുണ്ട്. ഇവരിത് ഫാൻറ്റസൈസ് ചെയ്ത് ഇമാജിനേഷനിൽ നിന്ന് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവളെ നോക്കാൻ എനിക്ക് എളുപ്പമുണ്ട്, ഞാൻ നോക്കും എന്ന് പറഞ്ഞിട്ട് പരീക്ഷയെ ഭയന്നിട്ട് ഇവളെ വീട്ടിൽ നിന്ന് വന്നതാണ്. ഈ പയ്യൻ എന്തോ പണിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവള് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ആ ഒരു ഇതിലേക്ക്. അതായത് പരീക്ഷയെ ഭയന്നിട്ട് ഒളിച്ചോടി കല്യാണം കഴിച്ച ഒരു ടീം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലുണ്ട്. സത്യമാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഭയം വളരെ കൂടുതലാണോ? അതായത് തോറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ, എൻ്റെ നാട്ടിലുണ്ട് അങ്ങനെ ഒരു കുട്ടികൾ 10ാം ക്ലാസ്സിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം, അതൊരു കുട്ടിയല്ല, ഞങ്ങളൊന്ന് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഇപ്പം തോറ്റു അതൊരു ഇതായിരുന്നു. പക്ഷെ എന്നേക്കാൾ ഒരു 2-3 വയസ്സൊക്കെ ഉള്ള കുട്ടികളൊക്കെ എക്സാമിന് SLC റിസൾട്ട് വരുന്ന സമയത്ത് ഒളിച്ചോടി പോവും വീട്ടിൽ നിന്ന്. അപ്പോൾ ജയിച്ചിട്ടും ഉണ്ടാവും റിസൾട്ട് വരുമ്പോൾ ഈ കുട്ടികൾ. പക്ഷെ ആ പിറ്റേ ദിവസം സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും എന്ത് നാട്ടുകാരും വീട്ടുകാരും എല്ലാം തപ്പി കുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും ഒക്കെ കണ്ടുപിടിക്കും. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് അത്ര ദൂരമല്ലേ, അത്ര പൈസ ഉണ്ടാവുള്ളൂ, അത്ര ദൂരെ പോകാൻ പറ്റുള്ളൂ. കിട്ടുന്ന ബസ്സും ട്രെയിനും ഒക്കെ കയറിയൊക്കെ ആയിരിക്കുമല്ലോ അവരെ നമുക്ക് ഊഹിക്കാനും എളുപ്പമായിരിക്കും എവിടെ വരെ പോകും എന്നുള്ള ഒരു സാധനം. അപ്പൊ ഈ കുട്ടികൾക്ക് പരീക്ഷ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഭയമുണ്ട്. അത് പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികൾക്കാണ്. പക്ഷെ ഒരു മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, ഈവൻ കോളേജുകളിൽ പോലും. ഇപ്പം നമ്മൾ കോളേജിൽ, ഇപ്പം ഞാൻ കോളേജ് പഠിച്ചിറങ്ങി, പക്ഷെ ഞാൻ എല്ലാ പേപ്പറും അതേ സമയത്തല്ല എഴുതിയെടുത്തിരിക്കുന്നത്. കുറേ തോൽവികളുണ്ട്, ഞാൻ പിന്നെ സപ്ലി അടിച്ചാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇൻ്റർവ്യൂവിനൊരിടത്ത് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആണല്ലോ, അവർക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് പാസ്സായി വന്ന ആളല്ല, നമ്മൾ സെവറൽ ചാൻസസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ എൻ്റെ സ്കില്ല് തെളിയിച്ചാൽ, ഞാൻ എന്ത് ഇൻ്റർവ്യൂവിനാണോ പോയത് ആ ജോലിക്ക് ഞാൻ ആപ്റ്റാണെന്ന് അവിടെ തെളിയിച്ചാൽ അവർ നമുക്ക് തീർച്ചയായിട്ടും അവസരം തരും. കാരണം അവരെന്താ നോക്കുന്നത്, അവർക്ക് അവിടെ റിക്വയർമെൻറ്റ് എന്താണോ അത് നന്നായി ചെയ്യാൻ പറ്റുന്ന ആളാണോ ഇരിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റിന് അവിടെ ഒരു സെക്കൻഡറി വാല്യൂ, പാസ്സായോ ഇല്ലയോ, വെരിഫൈഡ് യൂണിവേഴ്സിറ്റി ആണോ ഇല്ലയോ എന്നൊക്കെ ഒരു ക്രോസ് ചെക്ക് ചെയ്യും. പക്ഷേ എത്രാമത്തെ ചാൻസിലാണ് നമ്മൾ പാസ്സായി എന്നുള്ളത് നമ്മുടെ സ്കില്ലിൻ്റെ മുമ്പിൽ സെക്കൻഡറി ആണ്. അതായത് കോളേജിലെ തോൽവിക്കേ ഒരു ജോലി കിട്ടുന്നിടം വരെ ആയുസുള്ളൂ. അപ്പോൾ പിന്നെ ഈ സ്കൂളിലെ തോൽവിക്ക് ഇവരെന്തിനാണ് ഇത്രയും പാനിക് ആവുന്നത്? ഒരു 10-20 വർഷം മുന്നെയാണ് നമ്മളൊരു SLC പരീക്ഷൻ്റെ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പം +2 അഡ്മിഷന് വേണ്ടി മാത്രം ആണ് ആ സർട്ടിഫിക്കറ്റ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊരു എന്താ പറയുക, ആ സർട്ടിഫിക്കറ്റ് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐഡന്റിറ്റി പക്ഷെ അതിപ്പോൾ ആധാർ കാർഡ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, നമുക്ക് ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, ഇത്രയും ഓപ്ഷൻസ് ഇവിടെ വരുവാണല്ലോ. അപ്പോൾ SLC ബുക്കും +2 സർട്ടിഫിക്കറ്റും ഒക്കെ നമ്മൾ അത്ര പിന്നെ ഉപയോഗിക്കും അടുത്തൊരു കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത് വരെ മാത്രം. പക്ഷെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്ന ഫുൾ A+ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ 2 A+ കുറഞ്ഞു പോയാലൊക്കെ കുട്ടികൾ അങ്ങ് പാനിക് ആവുക. പക്ഷെ അത് 10ാം ക്ലാസ് +2 കിട്ടിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ കയറുമ്പോൾ ചോദിക്കും നിനക്ക് എത്ര A+ ആണ്, കൂടെയുള്ള ഫ്രണ്ട്സ് ചോദിക്കുമായിരിക്കും. +2 എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത് ഡിഗ്രിക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പം 60% മാർക്ക് കിട്ടിയവനും ഉണ്ടാവും, 90% മാർക്ക് കിട്ടിയവനും ഉണ്ടാവും. അതിൽ നമ്മളെ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ വേറെ രീതിയിൽ നമ്മൾ പഠിക്കുക. നമ്മൾ തന്നെ നോട്ട് ഉണ്ടാക്കണം, നമ്മൾ തന്നെ അസൈൻമെന്റ്സ് ഉണ്ടാക്കണം, നമ്മൾ തന്നെ പ്രൊജക്ട് എടുക്കണം. കാലം മാറി കേട്ടോ, ഇപ്പൊ നോട്ടുകൾ ഡിറ്റക്ട് ചെയ്യുന്ന കോളേജുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊക്കെ ഫേസ് ചെയ്തൊരു സാധനം ഉണ്ട്, അത് കോളേജ് ചെല്ലുമ്പോൾ തന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം. നമുക്ക് ഒരു ടോപ്പിക് പറയും, നമ്മൾ ലൈബ്രറിയിൽ പോയി അപ്പോൾ അത് ചെയ്യാനൊന്നും എനിക്ക് അന്നത്തെ കാലത്ത് അറിയില്ല, ഇങ്ങനെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഞാൻ ഡിഗ്രി ഫസ്റ്റ് സെമസ്റ്റർ ഒക്കെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ആ സ്കില്ലുള്ള ആൾക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഫുൾ കാണാപ്പാടം പഠിക്കുന്ന ഒരാളെ കുറിച്ച് എങ്ങനെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാം, എങ്ങനെ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ എങ്ങനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ മാർക്ക് അങ്ങോട്ട് ഇപ്പൊ ഏറ്റവും കുറവ് മാർക്ക് നാളെ ചിലപ്പം ക്ലാസ്സിലെ ഫസ്റ്റിലേക്കൊക്കെ വരും. അവർക്ക് സ്പൂൺ ഫീഡിങ് ഇല്ല. അപ്പൊ തനിയെ എത്രത്തോളം മനസ്സിലാക്കി പഠിക്കാം എന്നുള്ളവർക്കാണ് അവിടെ കൂടുതൽ മാർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ അത്
ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ അതിനെ ഏത് രീതിയിൽ എടുക്കുന്നു. ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രിയിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും നിനക്ക് 90% മാർക്കുണ്ടോന്നൊന്നും ചോദിക്കുമെന്നൊരു തോന്നില്ല. അതോടുകൂടി +2 കഴിയുന്നവരോട് നമ്മുടെ മാർക്കോ ജയമോ തോൽവി, ഡിഗ്രിക്കൊക്കെ ജയിച്ചോ എന്നൊക്കെ ആരെങ്കിലും ചോദിക്കും? എനിക്കറിയില്ല, എന്നോടൊന്നും ആരും ഡിഗ്രിക്ക് പാസ്സായെന്ന് പേപ്പർ ക്ലിയർ ചെയ്തോന്ന് ചോദിക്കും. അതിപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും സാധാരണ അല്ലാത്ത ഡിഗ്രി കോഴ്സുകളാണെങ്കിലും പാസ്സായോ ഇല്ലയോ, ഫൈനൽ മാർക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ, ഈ ഒരു ചോദ്യം അങ്ങനെ വന്നത്. പ്രൊഫഷണൽ കോഴ്സിനാണെങ്കിൽ അതും ഇല്ല. എഞ്ചിനീയറിംഗ് പാസ്സായോ, കിട്ടിയോ, മെഡിസിൻ എല്ലാ പേപ്പറും കിട്ടിയോ, അത്രേ ഉള്ളൂ. അതിന് PGക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കാണ് ഒരു 50%, 55% മേളിൽ മാർക്ക് ഉണ്ടെങ്കിലാണ് പല കോളേജിലും അഡ്മിഷൻ കിട്ടുക. 55-60 എന്തോ സംതിങ്. അപ്പം അതിനുവേണ്ടി നമുക്ക് ആ മാർക്ക്, അതും കഴിഞ്ഞ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണമായിരിക്കും. 10 +2 ഡിഗ്രി, PG ഉണ്ടെങ്കിൽ PG എന്തെങ്കിലും. അതിനപ്പുറത്തേക്ക് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ, എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ബാഗിൽ അത് അങ്ങനെ ഇരിക്കും. പിന്നെ അത് നമ്മൾ പരീക്ഷയുടെ കാര്യം പറഞ്ഞു. ഇനി മത്സര പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ എൻട്രൻസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം, ബാങ്ക് ടെസ്റ്റ്, PSC ടെസ്റ്റ്, അങ്ങനെ ഈ മത്സര പരീക്ഷകളിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലോ കോളേജിലോ പഠിച്ച് വിജയിക്കുന്ന ആ ഒരു സ്കിൽ സെറ്റ് അല്ല അവിടെ വേണ്ടത്. അതൊരു പ്രത്യേകതരം സ്കിൽ സെറ്റാണ്. അതായത് ഈ എൻട്രൻസുകൾ ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം കഴിവാണ്. എല്ലാവർക്കും ആ കഴിപ്പം സ്കൂളിൽ നന്നായിട്ട് പഠിച്ച് ഏറ്റവും ടോപ്പറായ കുട്ടിക്ക് ഒരുപക്ഷെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് കഴിവില്ലെന്നോ ആ കുട്ടിക്ക് ബ്രില്യൻസ് കുറവാണെന്നോ അല്ല. ഈ ഒരു സ്പെഷ്യൽ സാധനം അറ്റൻഡ് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് ആ കുട്ടിക്ക് ഇല്ല എന്നത് മാത്രമാണ്. അതേപോലെ തന്നെയാണ് ഈ ഫോഴ്സ്ഫുള്ളി നമ്മൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്. അതായത് ആരൊക്കെയോ നിർബന്ധിക്കുന്നു, ഞാൻ ആ പരീക്ഷ എഴുതുന്നു. വെറുതെ വീട്ടിലിരിക്കാൻ പറ്റില്ല, PSCക്ക് പഠിക്കുക എന്ന് പറയുന്നു, PSC പരീക്ഷയ്ക്ക് പോയി എഴുതുന്നു. ഇല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്നിട്ട് ബാങ്ക് ടെസ്റ്റിൻ്റെ കോച്ചിങ്ങിന് പോകുന്നു, അത് എഴുതുന്നു. അപ്പം നമുക്ക് അഭിരുചി ഇല്ലാത്തൊരു കാര്യത്തിനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തോൽവികൾ ഉണ്ടാവും. കാരണം ഒന്നാമത് നമ്മുടെ മെയിൻ പാഷൻ അതല്ല, നമ്മൾ നിർബന്ധിതരാവുകയാണത് ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അരമനസ്സ് എവിടെയോ നമുക്ക് നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ടാവും. അവിടെ നമ്മൾ ഒറ്റത്തവണ കൊണ്ട് പാസ്സായില്ല എന്ന് വരും. ഈ ഒറ്റത്തവണയിൽ പാസ്സായില്ല എന്നുള്ളത് ഒരു ക്രൈമൊന്നുമല്ല. എത്രയോ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഓരോ തവണ തോറ്റ് കഴിയുമ്പോഴും ഇവരുടെ ഉള്ളിലെ കോൺഫിഡൻസ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പാസ്സാവാൻ കഴിയില്ല. അപ്പോൾ തോൽവികൾ മത്സര പരീക്ഷ അതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ആ ഒരു നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചാണോ നമ്മൾ ചെയ്യുന്നത്, ആ ഒരു കാര്യം കൂടി നമ്മൾ കരുതണം. ഇതേപോലെയാണ് റിലേഷൻഷിപ്പിലെ പരാജയങ്ങൾ. ഈ തോൽവി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ പരാജയം, ഇപ്പോൾ ബ്രേക്കപ്പിൽ സങ്കടം, അത് സ്വാഭാവികമാണ്. അതിപ്പോൾ ഒരു ഡിവോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിവാഹിതരാവാത്ത ബ്രേക്കപ്പ് ആയിക്കോട്ടെ, കുറേ കാലം ഒരുമിച്ചുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബ്രേക്കപ്പ് ആകുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ വരും. പക്ഷെ ആ സങ്കടം വളരെ നോർമലായിട്ടും ഇവഞ്ച്വലായിട്ടും അങ്ങ് തീരണം. അതിനപ്പുറം ആ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചത് കൊണ്ട് എൻ്റെ ലൈഫ് തീർന്നു, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവനില്ലാതെ എനിക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല, അവിടെ അങ്ങ് തകർന്നടിഞ്ഞു പോവുക. ആളുകൾ ഈ റിലേഷൻഷിപ്പ്, ഡിവോഴ്സ് അല്ല ഞാൻ പറയുന്നത്, ഈ നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള റിലേഷൻഷിപ്പ്, പ്രണയം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിലപ്പം തന്നെ പറയുന്നത് കഴിവില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു വാക്ക് അവിടെ സോക്കോൾഡ് വാക്കുണ്ട്. അത് കൂടുതലും ആൺകുട്ടികൾക്കിടയിൽ പറയുന്നത്. പെൺകുട്ടികളാണെങ്കിൽ അത് പോയി എന്നുള്ളത്, ഞാൻ പെൺകുട്ടികളെ എന്താ പറയുക നല്ല രീതിയിൽ വെക്കുന്നതല്ല, പക്ഷെ കുറച്ചും കൂടി ആൺകുട്ടികൾ അതിനെ പല രീതിയിൽ ഉപയോഗിക്കുന്നത്, കുറച്ചും കൂടി ഈഗോ എടുക്കും. അവന് കഴിവില്ലാത്തത് കൊണ്ടാണ് അവൾ പറ്റിച്ചു പോയത്, അവന് കഴിവില്ലാത്തത് കൊണ്ടാണ്, അവൻ ഒരു രീതിയിലും അവളെ ഉപയോഗിച്ചിട്ടില്ല. ഇത്തരം വാക്കുകളൊക്കെ നമ്മുടെ ചുറ്റും നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പ്രണയത്തിൽ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ ചുറ്റുമുള്ള സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഇവരുടെ മുഴുവൻ നെഗറ്റീവുകൾ വിളിച്ചു പറയും. അത് ഒരാവശ്യം ഉണ്ടാവില്ല. ഇവർക്ക് ഈ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയും സന്തോഷവും വേദനയും ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് മുഴുവൻ ഈ 2 വ്യക്തികളെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവർ 2 പേരുമാണ് ഇത് എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് ഈ പ്രണയം ബ്രേക്കപ്പ് ആകുമ്പോഴത്തേനും പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ബ്ലെയിമിങ് ആണ്. ആക്ച്വലി അല്ല, അവൾക്കത് പറ്റുന്നില്ലെങ്കിൽ അവനത് പറ്റുന്നില്ല എങ്കിൽ അവർ പോകട്ടെ. അത് നമുക്ക് ആ ഇമോഷൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിപ്പം പ്രണയത്തിൽ മാത്രമല്ല, സൗഹൃദത്തിലാണെങ്കിലും ഒരു സൗഹൃദം തെറ്റിപ്പിരിഞ്ഞു പോയാൽ പ്രണയത്തിലുണ്ടാവുന്നതിനേക്കാളും വേദന ഒരുപക്ഷെ സൗഹൃദം ബ്രേക്കപ്പ് ആയി പോകുമ്പോൾ ഉണ്ടാകും. നമ്മൾ ഫ്രണ്ടിനോടെല്ലാം പറയും,
എല്ലാം പറയും. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ റിലേഷൻഷിപ്പിൽ നമ്മളിപ്പോൾ എല്ലാം നമുക്ക് തോന്നുന്നത് ചിലപ്പം പറയണം എന്നില്ല. ചിലത് നമ്മൾ ബോധപൂർവ്വം ഇല്ലാതെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സുഹൃത്തിനോടായിരിക്കും. കാരണം വീട്ടിലെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മൾ സുഹൃത്തിനോടാണ് പറയുന്നത്. ആ സുഹൃത്ത് പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന പെയിൻ ഭയങ്കര കൂടുതലാണ്. ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമാകാം, അല്ലെ നമ്മുടെ രണ്ടും വേവ് ലെങ്ത് സെയിം അല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരാൾ ടോക്സിക് ആയിട്ട് പെരുമാറുന്നത് കൊണ്ടാവാം, ഗ്രോയിങ് അപ്പാർട്ട് ആവാം. അതായത് രണ്ടുപേര് തമ്മിലും പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അവർ വളർന്നു വരുന്തോറും അവരുടെ അഭിരുചികൾ മാറുന്നു, പാഷൻ മാറുന്നു, ടേസ്റ്റ് മാറുന്നു, അവർ രണ്ടും രണ്ട് മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ ഓർഗാനിക്കലി സംഭവിക്കുന്നതും ഉണ്ടാകാം. അപ്പം ഏത് ബോണ്ടിലാണെങ്കിലും അത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നുന്നത് സ്വാഭാവികം. പക്ഷെ അതൊരു ഓവർ സങ്കടത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ഐസൊലേഷൻ ലെവലിലേക്കോ എനിക്കിനി ആരും വേണ്ട, ഞാൻ ഇനി ഒരു റിലേഷൻഷിപ്പോ ഞാനൊരു സൗഹൃദമോ ആഗ്രഹിക്കുന്നില്ല, ഡിറ്റാച്ച്മെൻറ്റിലേക്ക് പോവാം. അതിനേക്കാളും വളരെ അനാരോഗ്യകരമായ ഒന്നാണ് ഇത് പകയിലേക്കും വാശിയിലേക്കും പ്രതികാരത്തിലേക്കും പോവുക എന്നുള്ളത്. അതായത് ഒരാൾ വേണ്ടാന്ന് വെച്ചു എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവ് സാധനം, നെഗറ്റീവാണെന്ന് നമ്മൾ കരുതുന്ന സാധനം, അതിനെ റിയാക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്തിനാണ് ഈ പകയും വൈരാഗ്യവും കൊണ്ടു നടക്കുന്നത്? അപ്പോൾ അവിടെ സ്നേഹം എവിടെ പോയി? നമ്മളൊരാളെ സ്നേഹിക്കുന്നുകൊണ്ടാണല്ലോ നമ്മൾ ആ ബോണ്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ സ്നേഹിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്താ വിചാരിക്കുക, നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അയാൾ സന്തോഷമായിട്ടിരിക്കട്ടെ. ഇപ്പം അയാൾക്ക് ഇവിടുന്ന് മാറുന്നതാണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറുന്നതാണ് അയാൾക്ക് സമാധാനമെങ്കിൽ അയാൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കട്ടെ. അതെന്തിനാണ് നമ്മുടെ പരാജയമായിട്ട് കാണുന്നത്? അയാൾക്ക് അനുകൂലമായ മറ്റൊരു സാഹചര്യത്തിലേക്ക് അയാൾ മൂവ് ചെയ്യുന്നു, അങ്ങനെ കണ്ടാൽ പോരെ. നോട്ട് ദ റൈറ്റ് പേഴ്സൺ, നോട്ട് ദ റൈറ്റ് ടൈം, അങ്ങനെ വിചാരിച്ചാൽ മതി. അതൊരിക്കലും നിങ്ങളുടെ കഴിവുകേടായി കാണുന്നിടത്താണ് പ്രശ്നം. ഈ എല്ലാ പരാജയങ്ങളും നിങ്ങളുടെ കഴിവുകേടാവണമെന്നില്ല. ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അയാൾക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്ത എന്തെങ്കിലും റീസണുകൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പം അവിടെ നിന്നും അയാൾ നഷ്ടപ്പെട്ടു പോയി, ഓക്കെ ഞാനെന്നൊരു നല്ല വ്യക്തിയെ അയാൾ നഷ്ടപ്പെടുത്തി, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. അപ്പം അയാളോടുള്ള ചെറിയൊരു വാശിയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ച് കാണിക്കും, അതാണ് വാശി കാണിക്കേണ്ടത്. അല്ലാതെ പോയിട്ട് അയാൾ സന്തോഷിക്കുന്നത് എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അയാൾ വേറെ റിലേഷൻഷിപ്പിൽ പോയി, അല്ലെങ്കിൽ അയാൾക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ടായി, അയാൾ ജീവിതം അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു, അയാൾ അങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്നാൽ പിന്നെ ഞാൻ കുറച്ച് കുൽസിത പ്രവൃത്തികളൊക്കെ ചെയ്യാം, അയാളുടെ ഇപ്പോഴത്തെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അയാളുടെ പഴയ കഥകളൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കൊടുക്കാം. എന്തിന്? ആർക്കും ഗുണം ചെയ്യില്ലാത്തൊരു കാര്യം. അത് അവനവന് തന്നെയും ദോഷമാണ്. കാരണം നെഗറ്റിവിറ്റി ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ്, ആ നെഗറ്റിവിറ്റീനെ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താവശ്യത്തിന്? അതുപോലെ വേറൊരു കാര്യമാണ് തൊഴിലിടത്തിലെ പരാജയങ്ങൾ. ഇപ്പം താറാവും കുഞ്ഞിന് മരം കയറാൻ പറ്റുമോ? ഇല്ല. താറാവും കുഞ്ഞിന് നീന്താനേ പറ്റുള്ളൂ. കുരങ്ങനെ വെള്ളത്തിൽ കൊണ്ടിട്ടാൽ എന്തോരം നീന്തും. ഓരോ വ്യക്തിക്കും ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഓരോ മേഖലകളുണ്ട്. അത് ഒറ്റത്തവണ കൊണ്ട് നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. നമ്മളൊരു പ്രൊഫഷൻ ട്രൈ ചെയ്ത് നോക്കുന്നു, നമുക്കത് സെറ്റാവുന്നില്ല എന്ന് കരുതി നമ്മൾ ചെന്ന സ്ഥലം മോശമാണെന്നോ ആ സ്ഥാപനം മോശമാണെന്നോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ മോശമാണെന്നോ നമ്മൾ മോശമാണെന്നോ അതിനർത്ഥമില്ല. നമുക്ക് അവിടെ പറ്റുന്നില്ല, ഓക്കെ നമ്മൾ വേറെ ഒരിടത്ത് നോക്കുക. അതായത് നമ്മുടെ അഭിരുചിക്കും നമ്മുടെ സ്കിൽ സെറ്റിനും പറ്റുന്ന മേഖല ഏതാണോ അവിടെ നമ്മൾ നന്നായി ഷൈൻ ചെയ്യും. ഒരു സ്ഥലത്ത് നിന്ന് പെർഫോമൻസ് മോശമാണ് എന്ന് കരുതി പറഞ്ഞു വിട്ട ആളായിരിക്കാം വേറൊരിടത്ത് ബെസ്റ്റ് എംപ്ലോയി ആയി മാറുന്നത്. അവിടെ സാഹചര്യം അറ്റ്മോസ്ഫിയറും ആണ് മാറുന്നത്. അത് ഒരിക്കലും ഈ വ്യക്തി മാറുന്നില്ലല്ലോ. വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ടാവാം, അയാളുടെ ക്രിയേറ്റിവിറ്റി മാറുന്നുണ്ടാവാം, പക്ഷെ കോറിലെ വ്യക്തി അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പെർഫോമൻസ് ഓക്കെ അല്ല, എന്നെ പറഞ്ഞു വിട്ടു എന്നുള്ളത് ഞാൻ എൻ്റെ തോൽവി, എൻ്റെ ഒരു കഴിവുകേട്, ഞാൻ കൊള്ളില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരിടത്ത് ഷൈൻ ചെയ്യാനുള്ള അവസരം ഞാൻ തന്നെയാണത് ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തൊഴിലിടത്തിൽ പരാജയപ്പെട്ട് നമ്മൾ അവിടെ നിന്ന് ലീവ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവിടെ ആ പോകുന്ന വ്യക്തി മൊത്തത്തിലൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യും. അവർ നമ്മളോട് ആ സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നുണ്ടാവാം, അവരുടെ ചുറ്റുവട്ടത്ത് ഇത് പറയുന്നുണ്ടാവാം. ചിലപ്പം കുറേ വർഷം അവർ ആ സ്ഥാപനത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചിട്ടായിരിക്കാം പുറത്തു പോകുന്നുണ്ടാവുക. പക്ഷെ അതൊക്കെ
ഒരു നിമിഷം കൊണ്ട് മറന്നു പോയിട്ടുണ്ടാവും. അവർക്ക് അനുകൂലമായ കുറേ ഘടകങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും അവർ 3-4 വർഷം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ വേറൊരു കാരണത്തിൽ അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുമ്പം ഏറ്റവും നല്ലത് നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ പോകേണ്ടി വരികയാണെങ്കിൽ, നമ്മുടെ കാരണം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെ നിലനിൽപ്പില്ലാതെ ലേ ഓഫിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാവരോടും ഏറ്റവും മാന്യമായി അവിടുന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടെയുള്ള എല്ലാ സ്റ്റാഫിനോടും അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളവരോടാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തീർത്ത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ടീം ലീഡിനോട് അതേ ഭംഗിയിൽ തന്നെ സംസാരിച്ച് അവിടെ ഇനിയൊരു ഓഫർ വന്നാൽ തിരിച്ച് നമ്മൾ എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ച് ഇറങ്ങുകയാണെങ്കിൽ അത് ഭയങ്കര നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ട് എന്താ ചെയ്യുക? ഈ ടീം ലീഡിനെ ആദ്യം കുറ്റം പറയും, പിന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നമ്മൾ കുറ്റം പറയും. നമ്മുടെ ഒരു പിന്നെ നമ്മൾ പറയാം അവരങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇവർ പറഞ്ഞ കുറേ കഥകൾ പിന്നെ അവിടെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ വ്യക്തിയോടുള്ള ട്രസ്റ്റേ പോയി. അത് നമ്മളൊരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കൊപ്പം നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു തന്നെ അവരെ ബ്ലെയിം ചെയ്യരുത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് ഹൗ യു ലീവ് ദ സ്റ്റേജ് മാറ്റേഴ്സ് എന്ന് പറയാം. അതായത് നിങ്ങൾ ഒരു വേദി എങ്ങനെയാണോ വിട്ടുപോരുന്നത്, സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്ന് കേട്ടില്ലേ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരിടത്തുനിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇംപ്രഷൻ എന്താണ്, ഒരു ഇമ്പാക്റ്റ് എന്താണ്. നമുക്ക് വളരെ മാന്യമായി ഇറങ്ങിപ്പോരാം, നമുക്ക് അങ്ങേയറ്റം നെഗറ്റിവിറ്റി ഉണ്ടാക്കിയും ഇറങ്ങിപ്പോരാം. അതെങ്ങനെ വേണം എന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ മാത്രമാണ്. അങ്ങേയറ്റം നെഗറ്റീവായ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ പോലും അവിടുന്ന് തല ഉയർത്തിപ്പിടിച്ച് വളരെ എലിഗൻ്റായിട്ട് ഗ്രേസ്ഫുള്ളായിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റും. പക്ഷെ അതൊരു കഴിവാണ് കേട്ടോ. അത് എല്ലാവർക്കും അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോഴത്തെ ഇമോഷൻ്റെ പുറത്ത് എന്തെങ്കിലും പൊട്ടിത്തെറിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർക്കപ്പെടുന്നത് ആ ഒരു ഇതിൻ്റെ ഭാഗമായിരിക്കും. അത്രയും കാലം ചെയ്തതൊന്നും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊരു തൊഴിലിടത്തിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ഏറ്റവും മാന്യമായി അവിടുന്ന് ഇറങ്ങി വരാൻ ശ്രമിക്കുക. അതിപ്പം എന്തിൻ്റെങ്കിലും ഭാഗമാണെങ്കിലും, ലേ ഓഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം മാറുന്നത് കൊണ്ട് ഇറങ്ങേണ്ടി വരുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടുന്ന് മാറി, നമുക്കത് അറിയില്ല, അത് നമ്മൾ മാറേണ്ടി വരികയാണെങ്കിൽ ഓക്കെ, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. റിയാലിറ്റീനെ നമുക്ക് വിഷമം ഉണ്ടാവും, വിഷമത്തെ അഡ്രസ്സ് ചെയ്യണ്ടെന്നല്ല പറയണത്. ആ വിഷമം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ കണ്ണ് നിറഞ്ഞായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. പക്ഷെ അത് എല്ലാവരോടും നന്നായി സംസാരിച്ച് ഇറങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ പരാജയമല്ല എന്നും ആ പോയവരോട് നമുക്ക് എല്ലാവർക്കും ഒരു സ്നേഹം മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യും. പക്ഷെ ആളുകൾ ചെയ്യുക ഒരാളോടും കോണ്ടാക്ട് ഇല്ലാത്ത പോലെ ആരോടും പറയാതെയൊക്കെ ചിലർ ഇറങ്ങിപ്പോയി കളയും. അത് നമുക്കൊരു നെഗറ്റീവ് സാധനത്തിൽ നമ്മളെ ഹുക്ക് ചെയ്തിടും. ഇതിപ്പോൾ നമ്മൾ തൊഴിലിടത്തിലെ പരാജയത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി വേറെ ചിലരുണ്ട്, അവർക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു കഴിവില്ലായ്മ, അവരുടെ പരാജയമായിട്ടാണ് അതിനെ കാണുക. അപ്പം നെഗറ്റീവ് ഫീഡ്ബാക്ക് മിക്കവാറും റിലേഷൻഷിപ്പുകളിലോ ഓഫീസിലോ ഒക്കെയാണ് സംഭവിക്കുക. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നീ ഇന്ന പോലെ ചെയ്യുന്നത് എനിക്ക് പ്രശ്നമാവുന്നുണ്ട്, നീ ആ സ്വഭാവം ഒന്ന് റീതിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പരാജയത്തെ ഭയപ്പെടുന്ന ഒരാളാണെങ്കിൽ അത് അയാൾ കാണുക അയാളുടെ പരാജയമായിട്ടാണ്. അപ്പോൾ അയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് അയാൾ പല രീതിയിൽ റിയാക്ട് ചെയ്യാം. ഒന്നെങ്കിൽ അയാൾ അതിനെ ഇഗ്നോർ ചെയ്ത് കളയാം, അങ്ങനെയൊന്നുമില്ല നിനക്ക് തോന്നുന്നതാണ്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് രണ്ടാമത്തത് അഗ്രഷൻ. അതായത് ഓക്കെ, ഒരു കുറ്റം ഇങ്ങോട്ട് പറഞ്ഞാൽ 40 എണ്ണം അങ്ങോട്ട് പറയും. അതൊന്ന്. ഇനി വേറൊരെണ്ണം ഉണ്ട്, നമ്മളിപ്പോൾ ഈ കുറ്റം പറഞ്ഞു എന്ന് വിചാരിക്കുക, ഭീകര ഡിഫെൻസീവ്. അതായത് ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ടാണത് ചെയ്തത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ, പോയിൻ്റ് ഉണ്ടോ. ഉണ്ടെങ്കിൽ ഓക്കെ, ശരിയാണ്, അവൾ പറയുന്നത് ശരിയാണ്, എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ നോക്കുക. അതൊരിക്കലും എൻ്റെ ഒരു നെഗറ്റീവാണ് എന്ന് കരുതി ഓക്കെ അവൾ എന്നിൽ കുറ്റം കണ്ടെത്തുകയാണ് എന്നൊന്നും വിചാരിക്കരുത്, അല്ലെങ്കിൽ അവൻ എന്നെ ബ്ലെയിം ചെയ്യുകയാണ് എന്ന് വിചാരിക്കരുത്. അവിടെ എന്തോ ഒരു പ്രശ്നം കിടപ്പുണ്ട്, അതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് ഇല്ലാതാക്കാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ബൈപ്പാസ് ചെയ്യാം. ഈ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ എങ്ങനെ അതിനെ സോൾവ് ചെയ്യാം എന്നാണ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ തൊഴിലിടത്തിലാണെങ്കിലും പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബോസ് വിളിച്ച് നിങ്ങളോട് സംസാരിച്ചേക്കാം, നിങ്ങളുടെ പെർഫോമൻസ് പോരാ. അപ്പം നിങ്ങൾ അവിടെ നിങ്ങളുടെ കഴിവുകേടായിട്ടല്ല കാണേണ്ടത്, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ല മാനേജ്മെൻറ്റ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ചും കൂടി കാര്യങ്ങളിൽ ട്രാൻസ്പാരൻസി കൊണ്ടുവരിക. എന്താണ് അപ്പോൾ പ്രതീക്ഷിക്കുന്നത്, എവിടെയാണ് ഞാൻ കുറഞ്ഞു പോയത്,
ഓപ്പണായി ചോദിക്കുക, സംസാരിക്കുക. ഞാൻ എന്ത് ചെയ്യണം, അതെ, എവിടെയാണ് എനിക്ക് മിസ്സായി പോയത്, ഓക്കെ അപ്പോൾ അതാണ്, അതിനെ അഡ്രസ്സ് ചെയ്യാൻ. ഇപ്പം എനിക്ക് ആ സ്കില്ലില്ലല്ലോ, അപ്പം ഞാൻ അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എനിക്ക് എന്തെങ്കിലും ട്രെയിനിങ് വേണോ, അല്ലെങ്കിൽ എനിക്ക് ആരുടെയെങ്കിലും സപ്പോർട്ട് വേണോ, അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരുന്ന വേറെ ആളുണ്ടെങ്കിൽ അയാളോട് ചോദിച്ച് മനസ്സിലാക്കണോ. അങ്ങനെ വേണം നമ്മൾ ആലോചിക്കാൻ. അല്ലാതോ എന്നോടിത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ കണ്ടെടുത്താൽ കണ്ടുകൊണ്ട് ഞാൻ പോകണം, ഞാൻ ഇവിടുന്ന് പോവാം, ഞാൻ കൊള്ളൂല, ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു സൊല്യൂഷനും ഇല്ല. അതിങ്ങനെ പൈലപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മറ്റൊന്നാണ് റിജക്ഷനുകളെ ഭയപ്പെടുക. ഈ റിജക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പലതരത്തിലാവാം. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ പോയി, അവിടെ ഒരു ഓപ്പണിംഗ് ആയിരിക്കും ഉള്ളത്. ഒരു ഓപ്പണിങ്ങിന് ഒരിക്കലും നമ്മൾ എന്തായാലും ഒരാളെ അല്ലല്ലോ ഇൻ്റർവ്യൂവിന് വിളിക്കുക, കുറഞ്ഞത് ഒരു 7-8 പേരെങ്കിലും വിളിക്കും. ആ 7-8 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, വേക്കൻസി ഒന്നേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്കേ അവിടെ ജോലി കൊടുക്കാൻ പറ്റും, ബാക്കി എല്ലാവരും റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഈ റിജക്ഷനെ പേഴ്സണൽ പരാജയമായിട്ട് കാണുന്നവരുണ്ട്. അതായത് എന്നെ അവിടെ ജോലിക്ക് എടുത്തില്ല, ഞാൻ പോയിട്ട് എന്നെ എടുത്തില്ല, എന്നെ റിജക്റ്റ് ചെയ്തു, അതവർക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പ്രണയത്തിൽ റിജക്ഷൻ. ഒരാളോട് പ്രണയം പറഞ്ഞു, അയാൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു, അതവിടെ വിട്ടേക്കുക. അതിന് പകരം അവൾക്ക് എന്ത് ധൈര്യമുണ്ട് എന്നെ വേണ്ടെന്ന് പറയാൻ, അല്ലെങ്കിൽ അവൻ എന്തുണ്ടായിട്ടാണ് എന്നെ വേണ്ടെന്ന് പറയുന്നത്, എന്നെപ്പോലൊരു പെങ്കൊച്ചിനെ എന്നെ മഷിയിട്ട് നോക്കിയാൽ കിട്ടുമോ എന്ന് കരുതി അതിൻ്റെ ഒരു ഗ്രഡ്ജ് വളർത്തിക്കൊണ്ടുവരിക, അതിൽ വാശി കാണിക്കാൻ പോവുക. ഇനി വേറെ ചിലരുണ്ട്, അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു, അപ്പം എന്നെ കൊള്ളൂല്ലല്ലേ, ഞാൻ അവളുടെ ടൈപ്പ് അല്ലായിരിക്കും, അവളൊക്കെ വലിയ വലിയ ലെവൽ വലിയ വലിയ ആൾക്കാരോടൊക്കെ മിണ്ടുള്ളൂ, ഞാനൊന്നും ഒന്നുമല്ല, അപ്പം ഞാൻ എവിടെ എത്തിയിട്ടില്ല, അപ്പം ഞാൻ പരാജയം, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ റിജക്ഷനുകളെല്ലാം ലൈഫിൻ്റെ ഭാഗമാണ്. എല്ലായിടത്തും എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ ലോട്ടറി എടുക്കുമ്പോൾ പോലെ എല്ലാവർക്കും ലോട്ടറി അടിക്കുമോ? ഇല്ല. എന്ന് കരുതി അതെൻ്റെ കഴിവില്ലായ്മയാണോ ലോട്ടറി അടിക്കാത്തത്? അല്ല. ചില സമയത്ത് ചിലർക്ക് ചിലത് കിട്ടും, ചിലവരുടേത് ശരിയാവും, ചിലവരുടേത് ശരിയാവില്ല, ശരിയായില്ല, അത്രേ ഉള്ളൂ. ഈ റിജക്ഷനുകളെയൊന്നും ഭയപ്പെടണ്ട. ഓക്കെ, അത് കിട്ടിയില്ല, ഓക്കെ, അവൾ ഓക്കെ പറഞ്ഞില്ല, ഓക്കെ, ഇവന് സെറ്റല്ല, ഓക്കെ, അത്രയേ ഉള്ളൂ, അവിടെ അങ്ങ് വിട്ടേക്കുക. തോൽക്കാൻ ഭയപ്പെടരുത്, ബി റെഡി ടു ഫെയിൽ. ഇതാണ് നമ്മൾ ആത്യന്തികമായിട്ട് ഉള്ളിൽ കരുതേണ്ട ഒരു സാധനം. ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ. എന്നുവെച്ചാൽ തോൽക്കാനൊരു ധൈര്യം വേണം. ധൈര്യം ഇല്ലാത്തവർക്ക് തോൽവി അവരുടെ ദി എൻഡായി പോകും. എവിടെയാണ് നമ്മുടെ ഈ പരാജയത്തിൻ്റെയൊക്കെ ഒരു ഭയം തുടങ്ങുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുട്ടിക്കാലത്ത് തന്നെ ആയിരിക്കും നമുക്ക് തുടങ്ങുന്നത്. അതായത് പാരൻസോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ അവരായിരിക്കും നമ്മുടെ ബേസിക്കായിട്ട് നമ്മളെ പരാജയം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്, തോക്കാൻ പാടില്ല എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് തരുന്നത്. ഇപ്പോൾ ചില വീടുകളിൽ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ ഭീകരകലാപം നടക്കും, ചില വീടുകളിൽ. വേറെ ചിലയിടത്ത് 1ാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ പ്രശ്നം, നീ ക്ലാസ് ഫസ്റ്റ് അല്ലേ, അതെന്താ നീ ക്ലാസ് ഫസ്റ്റ് അല്ലാത്തേ? അങ്ങനെ ചോദിക്കാത്ത പാരൻസ് ധാരാളം ഉണ്ട്. LKG കുട്ടികളുടെ വരെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി ഇപ്പോൾ സ്കൂളിൽ വിളിപ്പിക്കുകയാണ്. ഞാൻ ഞെട്ടിപ്പോൾ വന്നിട്ട് അത് അവസാനം ഇപ്പോൾ എല്ലാം വാട്സപ്പിലാണല്ലോ. A കിട്ടിയ കുട്ടികളെല്ലാം ഒരു കാറ്റഗറി, B കിട്ടിയ കുട്ടികളെല്ലാം ഒരു കാറ്റഗറി. ഇത് കുട്ടികൾക്ക് അറിയില്ല. 5 വയസ്സുള്ള 4 വയസ്സുള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ലല്ലോ. ഞാനിപ്പം കണ്ടുവരുന്നതാണത്. അന്നേരം ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരൻസിന് സ്ട്രെസ്സാണ്, കുട്ടി പഠിക്കുന്നില്ല. ആക്ച്വലി ചില കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ മതിയാവും, നന്നായി എഴുതുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ കുറേയും കൂടെ ഈ പരീക്ഷാ ഭയത്തെ പിള്ളേരുടെ ഉള്ളിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് പാരൻസാണ്, ടീച്ചേഴ്സാണ്. സ്കോളർഷിപ്പ് കിട്ടിയില്ല, കിട്ടിയ കുട്ടികളെ മാത്രം സ്കോളർഷിപ്പ് എഴുതിക്കാൻ വേണ്ടി കൊണ്ടുപോകുള്ളൂ, അവരാണ് നന്നായിട്ട് പെർഫോം ചെയ്യുള്ളൂ. അപ്പം ബാക്കിയുള്ള കുട്ടികൾ രണ്ടാം കിടക്കാൻ ആക്ച്വലി അവർക്കതായിരിക്കില്ല സ്കില്ലുണ്ടാവുക. പക്ഷെ നമ്മളതിനെ ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ചില സമയത്ത് LKG പിള്ളേരെ UKG പിള്ളേരെയൊക്കെ ആ രീതിയിൽ കളിച്ചായിരിക്കുമല്ലോ മക്കൾ വളരുന്നുണ്ടാവുക. അവരങ്ങനെയാണല്ലോ വളരേണ്ടത്. അവർക്ക് ഭിത്തിയിൽ പെയിൻ്റ് അടിക്കുക, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുണ്ട് മറ്റേ കത്രിക കിട്ടിയിട്ടുണ്ട്, റോസ് ചെടീൻ്റെ മൊട്ട് മാത്രം മുറിച്ച് ഇനി അതായത് അവരുടെ ഒരു ടൈം അങ്ങനത്തെ ആണല്ലോ. പക്ഷെ അതുങ്ങളെ പിടിച്ചിരുത്തി നമ്മൾ പഠിപ്പിക്കുകയാണല്ലോ, വഴക്ക് പറഞ്ഞ് പിടിച്ചിരുത്തി കരഞ്ഞ് പിള്ളേർ എഴുതുകയാണല്ലോ. തോറ്റാൽ A കിട്ടിയില്ലെങ്കിൽ B കിട്ടിയില്ലെങ്കിലൊക്കെ പ്രശ്നമാണെന്ന് ചെറുപ്പത്തിലെ നമുക്ക് ഉള്ളിൽ തരികയാണ്. ഇത് പരീക്ഷയുടെ മാർക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ സ്കൂളുകളിൽ ഈ സയൻസ് എക്സിബിഷൻ പോലുള്ള പരിപാടികൾ നടക്കുമ്പോൾ ഞാൻ പണ്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് വല്ലാതെ ഉണ്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് പ്രോജക്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് പാരൻസ്. കാരണം
എടാ എന്തിനാണ് ഈ പ്രോജക്ട്സും കാര്യങ്ങളും ഉണ്ടാക്കിപ്പിക്കുന്നത്? പിള്ളേർക്ക് അതിൽ അഭിരുചി ഉണ്ടെങ്കിൽ അത് വളർന്നു വരാൻ വേണ്ടിയാണ്. അതിന് പകരം അവിടെ പാരൻറ്റ് ഇൻവോൾവ് ആയിട്ട് അവർ അപ്പം ലെവൽ മാറി, കുട്ടിയുടെ ലെവലിൽ നിന്നും പാരൻറ്റിൻ്റെ ലെവലിലേക്ക് ആ ഒരു ക്രിയേഷൻ്റെ എല്ലാ ലെവലും മാറി ഉണ്ടാക്കി കൊടുക്കുന്നു. എന്തിന്? കുട്ടിക്ക് ഒന്നാം സമ്മാനം കിട്ടണം. കിട്ടിയില്ലെങ്കിൽ എന്തു പറ്റും? എൻ്റെ മോശക്കാരനാവും. കുട്ടി എന്താ വിചാരിക്കുക? ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും ബെറ്റർ എൻ്റെ അപ്പ ഉണ്ടാക്കുന്നതാണ്, അപ്പം ഉണ്ടാക്കി എനിക്ക് ഫസ്റ്റ് കിട്ടും. ഇത് അവിടുന്ന് ഒരു ലെവൽ കടന്നുപോയി. ഇപ്പോൾ പുറത്ത് കൊടുത്ത് പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നവരും അതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരും വരെ ഉണ്ട്. ഇത് ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെന്ന് ആലോചിക്കണം. കോളേജിൽ പഠിക്കുന്ന പിള്ളേർ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാം. അവർക്ക് ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി, തട്ടിക്കൂട്ടുന്നു ചെയ്യുന്നു. ഇത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ മക്കൾക്ക് അച്ഛനും അമ്മയും പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാൻ ഒരു പാരൻ്റ് ആണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രോജക്റ്റ് ചെയ്തു കൊടുക്കുകയാണ്. അപ്പുറത്ത് വേറൊരു കുട്ടി അവൻ സ്വന്തം ചെയ്തുകൊണ്ട് വരികയാണ്. തീർച്ചയായിട്ടും ഞാൻ ചെയ്തതായിരിക്കും അവൻ ചെയ്തതിനെക്കാട്ടിലും ബെറ്റർ. കാരണം എനിക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടി ചെയ്യുന്നതിനേക്കാളും കൈയടക്കത്തോടെ ചെയ്യാൻ ഒരു മുതിർന്ന ആൾക്ക് പറ്റും. അപ്പോൾ എൻ്റെ കുട്ടിക്കാണ് ഒന്നാം സമ്മാനം കിട്ടുന്നതെങ്കിൽ ആ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള സാധനം ഉണ്ടായിക്കൊണ്ടുവന്ന് ആ കുഞ്ഞിന് എന്തോരം വിഷമമായിട്ടുണ്ടാവും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവൻ അറിയും ഈ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തത് ആ കുട്ടിയുടെ പാരൻ്റാണ്. അപ്പം ഞാനുണ്ടാക്കിയത് ഒടിഞ്ഞു പോയതാണ്, ഇല്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത് താജ്മഹാൾ, എൻ്റെ താജ്മഹാളിൽ ഇച്ചിരി വളവും ചെരുവൊക്കെ ഉണ്ട്. ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് താജ്മഹൽ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയ സാധനത്തിന് ക്വാളിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താലേ ഒന്നാം സ്ഥാനം കിട്ടുള്ളൂ എന്നൊരു മെസ്സേജ് ആ കുഞ്ഞു മനസ്സിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ തോൽക്കാൻ ആർക്കാണ് ഭയം? കുട്ടികൾക്കാണോ പാരൻസിനാണോ? ഞാൻ മനസ്സിലാക്കുന്ന പാരൻസിനാണ് പരാജയപ്പെടാൻ ഭയം എന്നാണ്. കാരണം എൻ്റെ കുട്ടി ഒന്നാമതായിരിക്കണം എന്ന് പാരൻസിനാണ് വാശി. കുട്ടി ഒരു കുഞ്ഞ് LKG അല്ലെങ്കിൽ UKG അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നാമതാവണം എന്നായിരിക്കില്ല ആഗ്രഹം. പക്ഷെ ചില പാരൻസ് അതിനുവേണ്ടി തന്നെ കുട്ടികളെ വേറെ ഒന്നിനും വിടില്ല, കളിക്കാൻ വിടില്ല, കസിൻസിൻ്റെ വീട്ടിൽ വിടില്ല, നമ്മൾ ഔട്ടിങ്ങിന് വിടില്ല, ഫുൾ ടൈം പഠനം, വേറെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പഠിച്ച് ഇവർ ഇവർക്ക് ആരുമായിട്ടും ഇടപഴകാൻ പറ്റാത്തൊരു മെൻ്റൽ സാഹചര്യത്തിലേക്കൊക്കെ ഇവരെത്തുന്നുണ്ടാവും ഈ കുട്ടികൾ. പക്ഷേ പാരൻസിന് ഇവരെപ്പോഴും ഒന്നാമതായിരിക്കണം. ഒന്ന് ബാക്കിൽ പോയാൽ, അല്ലെങ്കിൽ 50-ൽ 49 ആണെങ്കിൽ 1 മാർക്ക് എവിടെ പോയി? ആ 1 മാർക്കിന് വേണ്ടി ആ കുട്ടികളെ, എൻ്റെ കൂട്ടുകാരി പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവൾക്ക് കണക്കിൽ 100-ൽ 98 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ ചേച്ചി ഈ 2 മാർക്ക് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട്, ചേച്ചി ഇവള് തമ്മിൽ നല്ല ഏജ് വ്യത്യാസമുണ്ട്. അപ്പം ചേച്ചി ഒരമ്മ റോൾ എടുക്കൂല ചേച്ചിമാര്, അപ്പൊ ഈ 2 മാർക്കിന് വേണ്ടി ചേച്ചി ഇവളെ തല്ലുമായിരുന്നു എന്ന്. ഇത് അവളിപ്പോൾ അത് കോമഡി ആയിട്ട് അത് പറയുന്നതെങ്കിൽ അന്ന് 100-ൽ 100 കിട്ടാൻ അവളെടുത്തൊരു സ്ട്രെസ് ഉണ്ട്. അതായത് ഈ കുട്ടികളൊക്കെ രണ്ടാമതാവുന്നതിനെ പോലും ഭയപ്പെടുകയാണ്. അപ്പൊ പിന്നെ ഒരു തോൽവിനെ അവരെങ്ങനെ ഫേസ് ചെയ്യും? ഇങ്ങനെ എക്സ്ട്രീമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ മറ്റൊന്നുണ്ട്, ഇപ്പം എല്ലാം ഒരു ആഘോഷമാണ്. അതായത് ഇപ്പോൾ LKG അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ നിന്ന് LKGയിലേക്ക്, അല്ലെങ്കിൽ LKG നിന്ന് UKGയിലേക്ക് ഗ്രാജുവേഷൻ സെറിമണിയാണ്. അതൊക്കെ ഓക്കെ, നല്ല കാര്യങ്ങളല്ലേ. കുഞ്ഞുമക്കൾ സന്തോഷമായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് അവർക്കൊരു മനസ്സന്തോഷം, രക്ഷിതാക്കൾക്ക് മനസ്സന്തോഷം, പാരൻസിനും ടീച്ചേഴ്സിനും സന്തോഷം. ഓക്കെ, വേറൊരു അടിപൊളി പ്രവണതയുണ്ട്. അതായത് ഈ A+ കിട്ടിയ ആൾക്കാരുടെ ഫ്ലെക്സ് അടിക്കൽ. അതായത് സ്കൂളുകളിലും ട്യൂഷൻ സെൻ്ററിലുമാണ് ഇത് മെയിനായിട്ട് കാണുന്നത്. അതായത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ 97% പേർക്കും ഫുൾ A+, അവരവരുടെ ഫോട്ടോയും ഒക്കെ വെച്ച് അടിച്ചു. പക്ഷേ ഈ 97 കഴിഞ്ഞിട്ട് ബാക്കി 3% ഉണ്ടല്ലോ, ഫുൾ A+ എത്താൻ കഴിയാത്തവർ, ഈ ഫ്ലെക്സിൽ പടം വരാത്തവർ, അല്ലെങ്കിൽ A+ കിട്ടിയവരുടെ പടം മുകളിൽ, 9 A+ ഉള്ളവരുടെ പടം താഴെ. അപ്പോൾ ഈ താഴ്ത്തപ്പെടുന്നവരുണ്ടല്ലോ, ഇവരെന്നും ഈ ഫ്ലെക്സിൻ്റെ മുന്നിൽ കൂടെയാണ് നടക്കുന്നത്. അവർക്കറിയാം 97% ഞങ്ങളില്ല. അവർ ബസ് കയറാൻ പോകുന്ന ഫ്ലെക്സിൻ്റെ മുന്നിൽ കൂടെയാണ്, അവർ കൂട്ടുകാർ വീട്ടിൽ പോകുന്ന ഫ്ലെക്സിൻ്റെ മുന്നിൽ കൂടെയാണ്. ഈ ഫ്ലെക്സ് ഇവരിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഞാൻ ഒന്നാമതല്ല, ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ താഴ്ന്നു പോയി, എനിക്കെന്തോ പ്രശ്നമുണ്ട്, ഞാൻ ഇവരോടൊപ്പം എത്തിയിട്ടില്ല. എന്തിന്?
അപ്പം അങ്ങനെ ഫ്ലെക്സ് അടിക്കുന്നതിന് അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ട്. കാരണം സ്കൂളുകാർക്കാണെങ്കിൽ ഇത്ര ശതമാനം കുട്ടികൾ ഇത്ര വാങ്ങി എന്ന് പറഞ്ഞാലേ അവർക്ക് അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ അവിടെ പഠിച്ച എല്ലാവർക്കും A+ ഉണ്ട്, ഒരാൾക്കും മാത്രമേ കിട്ടിയില്ല. ബാക്കി എല്ലാവർക്കും A+ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടീനെ അങ്ങോട്ട് വിട്ടാൽ A+ കിട്ടും എന്ന് വിചാരിച്ചിട്ട് വിടും. അവരുടെയൊക്കെ ഉപജീവന മാർഗത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ പോലും ഈ തരംതിരിവ്, ഈ വേർതിരിവ് ഈ കാണുന്ന ഈ ചെറിയ ശതമാനം മക്കളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പരാജയത്തെ സ്വയം ഒരു കഴിവുകേടായിട്ട് കാണുന്നവരുണ്ട്. അപ്പം അതായത് ഒരു പരാജയം സംഭവിച്ചു, അതെൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ്, ഞാനൊരു നല്ല മകനല്ല, ഞാൻ എന്തോ ഒരു ചെറിയ കുരുത്തക്കേട് കാണിച്ചു, അതിൻ്റെ പുറകിലാണ് ഞാനൊരു നല്ല മകനല്ല, ഞാനൊരു നല്ല സ്റ്റുഡൻ്റ് അല്ല, ഞാനൊരു നല്ല ബിസിനസ്സുകാരനല്ല, ഞാനൊരു നല്ല എംപ്ലോയി അല്ല. അതായത് നിങ്ങൾ 10-20 വർഷം നന്നായി ജീവിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളെ പുറന്തള്ളി പറയില്ല. ഇനി അഥവാ പറഞ്ഞാൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. അതുകൊണ്ട് ഈ 20 വർഷം നിങ്ങൾ ജീവിച്ച ജീവിതം ഇല്ലാണ്ടാവുന്നില്ല. ചെറിയൊരു പരാജയം കൊണ്ട് നിങ്ങളെ ഡിഫൈൻ ചെയ്യാൻ സമ്മതിക്കരുത്. ആ പരാജയമല്ല നിങ്ങളെ നിങ്ങളാക്കുന്നത്, അതിന് പിന്നിൽ നിങ്ങളിട്ട എഫേർട്ടുണ്ട്, അതിനപ്പുറം നിങ്ങൾ വിജയിച്ചതുണ്ട്. അപ്പോൾ ഈ വേറിട്ട മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരിക. അപ്പം അതായത് ഒരു ബിസിനസ് തുടങ്ങി, ട്രൈ ചെയ്ത് നോക്കി, ശരിയായില്ല, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? മര്യാദയ്ക്ക് വല്ല PSC കോച്ചിങ്ങിനും പോയി ഗവൺമെൻറ് ജോലി എടുത്താൽ പോരെ. തുടക്കകാലത്ത് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇത് നല്ലപോലെ അനുഭവിച്ച വർഗമായിരിക്കും. കാരണം എന്താ ചെയ്യുന്നേ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, വീഡിയോ എടുക്കണം, ആ കൊച്ചു വീഡിയോ ഒക്കെ എടുത്ത് ഫുൾ ടൈം ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാം എടുക്കും, അടുക്കളയിൽ വന്ന് ഷൂട്ട് ചെയ്യും. അതും ഇതൊക്കെ എന്തിനാണാവോ? ഇപ്പോഴാണ് യൂട്യൂബ് വ്ളോഗിങ് ആണ്, യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ബ്രാൻഡിങ് വഴി കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇപ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചെങ്കിലും മനസ്സിലായത്. അപ്പം ഇവരൊക്കെ എത്രയോ കാലം തേഞ്ഞൊട്ടിയിരുന്നിട്ടുണ്ടോ ഇല്ലേ? കാരണം പുറത്ത് പറയുമ്പോൾ ആൾക്കാർക്കത് മനസ്സിലാവുന്നില്ല. വേറിട്ട വഴി ആയതുകൊണ്ട് സംഭവിക്കുന്ന സാധനം. അപ്പോൾ വേറിട്ട വഴി തിരഞ്ഞെടുക്കാൻ പലർക്കും കോൺഫിഡൻസും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? പരാജയപ്പെട്ടാലോ എന്നുള്ള ഭയമുള്ളതുകൊണ്ട്. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് പേര് പുതിയ കാറ് വാങ്ങുന്നു, പുതിയ പുതിയ വെക്കേഷൻ സ്പോട്ടുകൾ കാണുന്നു. ഇത് കാണുമ്പോൾ നമ്മളിരുന്ന് ചിന്തിക്കുകയാണ്, അവർക്കൊക്കെ എന്തൊരു ഈസിയാണല്ലേ, എന്തോരം പ്രൊമോഷൻസാണ് കിട്ടുന്നത്. ഫോൺ, അവരുടെയൊക്കെ ഫോൺ, അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് എല്ലാം സ്പോൺസേർഡാണ്, 5 പൈസ മുടക്കണ്ട, ലൈഫ് അളിയാ. പക്ഷെ ഇത് എത്തുന്നതിന് മുമ്പ് അവർ വന്നൊരു കാലം ഉണ്ടാവും. കളിയാക്കലുകൾ കേട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ശരിയാവുക എന്ന് അറിയാതെ ട്രയൽ ആൻഡ് എറർ ചെയ്ത് ഇപ്പോൾ ജിസ്മ, വിമൽ ഒക്കെ ഉണ്ട്, അവരുടെയൊക്കെ സ്റ്റോറി എടുത്ത് നോക്കി നമുക്കറിയാം. അഹാന ജപ്പാനിൽ പോയിട്ട് വന്ന വ്ളോഗിനുള്ളിൽ പറയുന്നുണ്ട്, പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യാത്രയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, അന്ന് എങ്ങനെ സ്കൂൾ ഫീസ് ഒരു മാസത്തെ അടയ്ക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ട്, ഇന്ന് ആരോട് കടം വാങ്ങും ചോദിച്ചിട്ടുണ്ട്, അനിയത്തിക്ക് ഫീസ് അടയ്ക്കുന്നുണ്ട്, ട്രിപ്പ് പോവാതിരുന്നിട്ടുണ്ട്. എന്നാൽ അവരിപ്പം നമ്മൾ കാണുമ്പം അവരുടെ ഒരു ലൈഫ് എല്ലാം ആഘോഷമായിട്ടുള്ള ഒരു ലൈഫാണല്ലോ നമ്മൾ കാണുന്ന ഒരു പെർഫെക്റ്റ് ലൈഫാണ്. പക്ഷെ പെർഫെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ അതൊരു മിഥ്യാധാരണ തന്നെയാണ് കേട്ടോ. അതൊരു പെർഫെക്റ്റ് ലൈഫൊന്നുമില്ല. അവരുടെ ലൈഫിലും ധാരാളം പ്രശ്നങ്ങളുണ്ടാകും, അവരതിനെ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ അവർ എന്തോരം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും അത്രയ്ക്ക് റിയൽ അല്ല. നമ്മുടെ ലാലട്ടൻ പറഞ്ഞാൽ എല്ലാവരും മേക്ക് ബിലീഫാണ്, എങ്ങനെയാണ് എന്ന് അവർ നമ്മളെ തോന്നിപ്പിക്കുക. കാരണം ഇപ്പോൾ ഏത് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞാലും അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും വന്ന് സോഷ്യൽ മീഡിയ പറയില്ല. നമ്മൾ എന്ത് കാണണം എന്നാണോ അവർ വിചാരിക്കുന്നത് അതേ അവർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് ഇവർക്ക് പെർഫെക്റ്റ് ലൈഫാണ്, ഇതാണ് പെർഫെക്റ്റ് ലൈഫ്, ഇങ്ങനെ വേണം ജീവിക്കാൻ, ഈ ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, അപ്പോൾ അതെൻ്റെ പരാജയമാണ്, ഞാനൊരു തോൽവിയാണ്, എനിക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും കാശുണ്ടാക്കിയില്ല, ഇവർക്ക് ആയ കാലത്ത് കുറേ കാശുണ്ടാക്കിയിട്ടിരുന്നെങ്കിൽ എനിക്കും ഇപ്പോൾ ഇതുപോലെ ട്രിപ്പൊക്കെ പോവായിരുന്നു. അച്ഛനും അമ്മയും ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പം കഷ്ടപ്പെടുന്നത്. അവർ കുറച്ച് പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഈ ജോലിയൊന്നും രാജിവെക്കാമായിരുന്നു, എന്നാൽ ഞാൻ പണിയെടുത്തുണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. ഇപ്പം ഈ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരു പ്രത്യേകതരം അച്ഛനമ്മമാരുണ്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ. അതായത് നല്ല മാർക്ക് വാങ്ങിയാൽ ആ മോൻ പൊന്നുപോലത്തെ മോനാണ്, അതേ സമയത്ത് അവൻ തോറ്റാൽ, അല്ലെങ്കിൽ അവന് ജോലി കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവന് കിട്ടിയ ജോലി അവർ പ്രതീക്ഷിച്ച അത്ര നല്ല ജോലി അല്ലെങ്കിൽ പിന്നെ പട്ടി വിലയാണ്. മൈൻഡില്ല, ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ എന്തറിയാം. അതായത്
എന്തെങ്കിലും അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്കൊരു വില ഉണ്ടാവൂ എന്ന് തോന്നിപ്പിക്കുകയാണ് അവിടെ. കണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്, കണ്ടീഷൻ സപ്ലൈ വെച്ചിട്ടാണ് അവർ സ്നേഹിക്കുന്നത്. എല്ലാ പാരൻസും അങ്ങനെയാണെന്നല്ല കേട്ടോ പറയുന്നത്, അല്ലാത്തവരും ഒക്കെ ഉണ്ട്. പാരൻസ് ഭയങ്കര ഡിഫറെൻ്റ്, അത് വേറൊരു ടോപ്പിക്ക് തന്നെയാണ്. ഇപ്പം ഈ പരാജയ ഭീതി അല്ലെങ്കിൽ തോൽവികളോടുള്ള ഭീതി കൊണ്ട് നമുക്കുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഒന്ന്, നമ്മൾ ഒന്നിലും ഇടപെടാതിരിക്കുക, ഇനാക്റ്റീവായിട്ടിരിക്കുക. അതായത് ചെയ്ത് വെച്ചത് എന്താണോ അതുവഴി മാത്രം പോവുക. ഞാൻ പുതുതായിട്ടൊന്നും ചെയ്യില്ല, കാരണം എന്താ, എനിക്ക് പേടിയാണ് തോറ്റു പോകുന്നത് എന്തോ വലിയ കഴിവുകേടാണ്. പിന്നെ ഒന്നാണ് പ്രോക്രാസ്റ്റിനേഷൻ, അതായത് നീട്ടി വയ്ക്കുക. ഇപ്പോൾ ഓഫീസിൽ എൻ്റെ ടീം ലീഡ് ഒരു ലോങ് ലീവ് പോവുകയാണ്. അപ്പം ഞാനാണ് സെക്കൻഡ് നിൽക്കുന്ന ആൾ. അപ്പോൾ എനിക്കിപ്പോൾ ചെന്നാൽ എൻ്റെ മാനേജറോട് സംസാരിച്ചാൽ ആ ഇൻ്ററിം പോസ്റ്റ് കുറച്ച് കാലത്തേക്ക് എനിക്ക് ടീം ലീഡ് ആവാം. പക്ഷെ ഞാൻ ചെയ്യില്ല. എന്താ, റിസ്ക് മുഴുവൻ ഏറ്റെടുക്കണ്ടേ? റിസ്ക് ഏറ്റെടുക്കണം. അയാൾ ചെയ്തത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ എൻ്റെ കഴിവുകേട് ലോകം മുഴുവൻ അറിയും, പിന്നെ ഞാനൊരു പരാജയമായിട്ട് മാറും. റിസ്ക് എടുക്കാൻ ഭയം. അപ്പോൾ അവർക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസും കുറയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റിയൊക്കെ കുറയും. അതായത് തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയില്ലേ, ആ സാധനം അവരുടെ അടുത്ത് ഉണ്ടാവില്ല. കാരണം അവർക്ക് പുതുതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ഭയമാണ്. ട്രൈ ചെയ്താൽ തോറ്റുപോയാലോ, തോറ്റുപോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പുതിയതൊന്നും ട്രൈ ചെയ്യില്ല. അങ്ങനെ ഒരെണ്ണമുണ്ട്. പിന്നെ ഈ എപ്പോഴും ഇങ്ങനെ തോറ്റു പോകുമോ എന്ന് ഭയപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ലൈഫാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം അയാൾക്ക് എന്തിനോടും ഒരു ഭയമാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, പുതിയൊരു ചലഞ്ച് വന്നാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് അയാൾ ആലോചിക്കില്ല. പകരം അതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാമെന്ന് ആലോചിക്കുള്ളൂ. ഒരു തരം എസ്കേപ്പിസം ആവും. അത് അപ്പുറത്തുള്ള പാർട്ട്ണർക്ക് മനസ്സിലായി എന്ന് വരില്ല. ഇപ്പോൾ നമ്മൾ 2 പേരും ഒരു സ്ഥലത്താണ്, ഒരേ സിറ്റിയിലാണ്. ഒരാൾക്ക് എന്തെങ്കിലും കാരണവശാൽ പുറത്തേക്ക് മാറേണ്ടി വന്നു, ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് മാറേണ്ടി വന്നു. അതൊരു ചലഞ്ചാണ്. അത് ഇയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അയാൾക്ക് ആ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ട്രൈ ചെയ്ത് നോക്കാൻ പോലും പേടിയാണ്. ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ബ്രേക്കപ്പ് ആയി പോകും. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്താ തോന്നുക, അപ്പോൾ ഇതെന്ത് സ്നേഹമാണ്, അപ്പോൾ എന്നോട് ഇത്രയേ ഉള്ളൂ, ഞാനൊരു നല്ല ജോലി കിട്ടി പുറത്ത് പോകുന്നതിനെ പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ മനസ്സിലാക്കും. പക്ഷേ ഇയാൾക്കതല്ല പ്രശ്നം. ഇയാൾക്ക് ആ ഒരു പുതുമ, ആ ഒരു ചലഞ്ചിനെ ഇയാൾക്ക് നേരിടാൻ ഭയമാണ്. അനാലിസിസ് പാരാലിസിസ് എന്നൊരു സാധനമുണ്ട്. അതായത് നമ്മൾ ഓരോ കാര്യം അനലൈസ് ചെയ്ത് അവസാനം അതിൻ്റെ കുഴപ്പങ്ങൾ മാത്രം കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ടെന്ന് വിചാരിക്കും. ഓക്കെ. അതായത് ഈ പണ്ടത്തെ ഒരു കഥയുണ്ട്, ഒരു വൈദ്യൻ അങ്ങാടിയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങാൻ പോയത്. അയാൾ ഓരോ പച്ചക്കറി എടുക്കുമ്പോഴും അയാൾ മത്തങ്ങ കഫ ഉണ്ടാക്കും, ഇത് വേണ്ട. അടുത്തത് ഉരുളക്കിഴങ്ങ്, ഇത് ഗ്യാസ് ഉണ്ടാക്കും, ഇത് വേണ്ട. അങ്ങനെ അയാൾ അവസാനം ഒന്നും വാങ്ങാണ്ട് തിരിച്ചു പോയി എന്നാണ് കഥ. അപ്പം അതുപോലെ അനലൈസ് ചെയ്ത് ഓക്കെ, ഞാനിത് ചെയ്തു തുടങ്ങിയാൽ ഇന്ന സ്ഥലത്ത് ഞാൻ പരാജയപ്പെട്ടേക്കാം, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് സെറ്റ് ബാക്ക് ഉണ്ടായേക്കാം, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഡിസിഷനേ എടുക്കുന്നില്ല, ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഭയത്തെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം? ഇപ്പോൾ ഒരു പരാജയം ഉണ്ടാവണം. ആദ്യം നമ്മൾ ആ പരാജയത്തെ അക്സെപ്റ്റ് ചെയ്യുക. കറക്റ്റ്. അതിനുശേഷം നമ്മുടെ ഇമോഷനെ നമ്മൾ എന്താ പറയുക, അങ്ങ് വെറുതെ വിടും. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ പരാജയത്തെ അക്സെപ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഇമോഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഗോൾ കൃത്യമായി വെക്കുകയും നമ്മൾ അതിലേക്ക് എത്താനെടുത്ത പാത ഉണ്ടാവുമല്ലോ, അത് ചേഞ്ച് ചെയ്യാൻ നിൽക്കുക. അതുപോലെ ഈ പരാജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന് നമ്മൾ കരുതാതിരിക്കുക. ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു പരാജയത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും തോന്നുന്നു. പരാജയത്തെ നമ്മൾ ഓവർകം ചെയ്യേണ്ട കാര്യമില്ല, പരാജയത്തെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇത് പരാജയപ്പെട്ടു, ഓക്കെ ഫൈൻ, ഞാൻ പരാജയപ്പെട്ടു, അതാണ് ഫസ്റ്റ്. അക്സെപ്റ്റൻസ് ആണ് ഫസ്റ്റ്. 2, ഞാൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, ജസ്റ്റ് അനലൈസ് ചെയ്യുക, എവിടെയാണ് തെറ്റിപ്പോയത്. ഇപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിച്ചതാണെങ്കിൽ ഓക്കെ, ഞാൻ ഏത് ഭാഗമാണ് വിട്ടുപോയത്. ഞാനൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഓക്കെ, എവിടെയാണ് എൻ്റെ ഫോക്കസ് ഇല്ലാണ്ട് പോയത്. അനലൈസ് ചെയ്യുക, പ്രോബ്ലം കണ്ടുപിടിക്കുക, ആ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുക. ഇതാണ് ബേസിക് ആയിട്ട് ചെയ്യാനുള്ള കാര്യം. പിന്നെ നമ്മുടെ ഗോളുകൾ എപ്പോഴും റിയലിസ്റ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് എനിക്ക് ഒരാഴ്ച കൊണ്ട് ബഹിരാകാശത്ത് പോകണം,
അതാണ് എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ നടപടി ആവില്ല. വേണമെങ്കിൽ അതിരപ്പള്ളിയൊക്കെ ചിന്തിക്കാം. അത് വേണമെങ്കിൽ ചിന്തിക്കാതെ ഇറങ്ങി പോകാവുന്നതേ ഉള്ളൂ. അല്ല, എന്നാൽ അതിനു വേണ്ടി ഭയങ്കര പ്രിപ്പറേഷൻ വേണ്ട ആളുകളുണ്ട്. അത് ശരിയാണ് കേട്ടോ. ഭയങ്കര നമ്മളിപ്പോൾ കണ്ണും പൂട്ടി പോകുന്ന പോലെ ചിലർ പോവില്ല. ശരിയാ. ഡ്രസ്സ്, ജാക്കറ്റ്, അതിന് പോകേണ്ട വണ്ടീൻ്റെ ടയർ, പെട്രോള്. ശരിയാണ്. എപ്പോഴും നമ്മുടെ ഗോളുകൾ റിയലിസ്റ്റിക് ആണ് എന്നൊന്ന് ഉറപ്പിക്കുക. നമ്മളെ കൊണ്ട് എത്താൻ പറ്റും. ലോജിക്കലായിട്ട് ഏത് ഗോളും ഏത് മനുഷ്യനും എത്താൻ പറ്റും. നല്ല ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും നല്ല ക്ഷമയും ഉണ്ടായാൽ മതി. പിന്നെ നമുക്ക് നല്ല സപ്പോർട്ട് സിസ്റ്റം വേണം. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. എക്സ്ട്രാ ബ്രില്യൻ്റ് ആൾക്കാരുടെ കാര്യം പോട്ടെ, ഒരു സാധാരണക്കാരൻ പ്രിപ്പയർ ചെയ്യുകയാണ്, ഒരു ആവറേജ് ഇൻ്റലിജൻസ് ഉള്ള ഒരാൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒന്നിലധികം തവണ അത് എഴുതേണ്ടി വരും. അപ്പോൾ ഒരു തവണ കിട്ടിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തളർത്തുന്നതാവരുത് നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ. ഇപ്പം അയൽപ്പക്കത്തെ ചേച്ചിമാരൊക്കെ കാണും, നമ്മളൊന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവരൊരു നീണ്ട 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 നിരയായിട്ട് വരും. അഭ്യുദയകാംക്ഷികളുണ്ട്, നമ്മളെ വന്ന് ഉപദേശിക്കും. അതായത് നമ്മുടെ തെക്കേലെ സോമൻ ചേട്ടൻ്റെ മൂന്നാമത്തെ മോൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ രണ്ടാമത്തെ കൊച്ചച്ഛൻ്റെ മൂന്നാമത്തെ മോനുണ്ടല്ലോ, അവൻ ഇതുപോലൊരു പരീക്ഷ എഴുതുകയെന്നും പറഞ്ഞ് ഇരുന്നിട്ട് നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോയി കുടുംബം. എന്തോരം കാശാണ് അവർ ആ എക്സാം ഫീസ് എന്നും പറഞ്ഞാൽ. ചെറുക്കം വല്ലോ ആയോ? ഇല്ല. നമ്മൾ ആശുപത്രി കിടക്കുമ്പോൾ ഇതുപോലെ എടുത്ത് വന്നിട്ടാ മറ്റേ അമ്മ മരിച്ചു പോയെന്ന് പറയില്ലേ. തോറ്റവരുടെ ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് എടുത്ത് വിളമ്പും. എന്നിട്ട് അവർ പറയുന്നത് എന്താ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ഇവരെ പോലൊന്നും ആകരുത് കേട്ടോ, ഇത് കിട്ടിയില്ലെങ്കിൽ വേണ്ട വേറെ പണിക്ക് പോക്കോ എന്ന് പറയുന്ന അഭ്യുദയകാംക്ഷികളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ ചുറ്റും നിന്ന് നമ്മുടെ ഗോൾ എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അത് മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതും ഭയങ്കര പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടാത്തതാണ്. നമ്മൾ ട്രൈ ചെയ്തു എന്നുള്ളതിനെ പോസിറ്റീവ് ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് നമ്മളെ സ്വയം അഭിനന്ദിക്കാൻ പറ്റണം. ഞാനിത് ചെയ്തല്ലോ, ഒരു പേജാണ് ഞാനൊന്ന് പഠിച്ചതെങ്കിൽ ആ ഒരു പേജ് ഞാൻ പഠിച്ചല്ലോ എന്ന് നമ്മൾ സ്വയം നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കണം. അല്ലാതെ ആ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ സ്വന്തം അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഏത് തരത്തിലുള്ള പരാജയമാണെങ്കിലും നമ്മൾ സെൽഫ് ബ്ലെയിമിങ് നിർത്തിയിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അത് പോയത് നന്നായി, ആ പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടത് നന്നായി, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് പോയത് നന്നായി, ആ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് നന്നായി, എനിക്ക് അതിനേക്കാൾ ബെറ്ററായിട്ട് വേറൊരു ഓപ്ഷൻ വരും. നമുക്ക് ഒന്ന് പോയത് കൊണ്ടാണല്ലോ ബെറ്ററായിട്ട് പിന്നെ സംഭവിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കുറേ അധികം ആളുകൾക്ക് ലൈഫിൽ. ഒരു റിലേഷൻഷിപ്പ് പോയാൽ പിന്നെ നമ്മൾ കാണുന്നത് അതിനേക്കാൾ ഭംഗിയുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും. പ്രണയമായിക്കോട്ടെ, സൗഹൃദമായിക്കോട്ടെ. പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ നമ്മൾ അതിനേക്കാൾ മാർക്ക് മേടിച്ചിട്ടായിരിക്കാം, എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിനേക്കാൾ ബെറ്ററായി മാർക്ക് മേടിച്ചിട്ട് പിന്നെ ഞാൻ ആ എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്ന് വിഷമിച്ചിറങ്ങി വന്ന വേറൊരു സ്ഥാപനത്തിൽ നമ്മൾക്ക് അതിനേക്കാൾ ഹാപ്പി ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടും. നമുക്ക് നമ്മളൊന്ന് ഫ്ലറിഷ് ആവാൻ പറ്റുന്ന സാഹചര്യം അവിടെ ഉണ്ടാകും. നമ്മുടെ ക്യാരക്ടറിലും ആറ്റിറ്റ്യൂഡിലും നമ്മുടെ ചിന്താഗതിയിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ എനിക്കൊന്ന് അത് പോയത് നന്നായി എന്നുള്ളതിനെ നമ്മൾ ആ രീതിയിലേക്ക് ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വരടാവാതിരിക്കുക. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഇത്തവണ അവർ കട്ട് ഓഫ് മാർക്ക് കൂട്ടി, ഞാൻ പരാജയപ്പെട്ടു. ഈ കട്ട് ഓഫ് മാർക്ക് കൂട്ടിയത് എൻ്റെ കൺട്രോളിലുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്നു, എൻ്റെ കൺട്രോളിലുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഈ റിസർവേഷൻസ്, എൻ്റെ കൂടെ പഠിച്ചു, എൻ്റെ അത്രയും മാർക്കില്ല, പക്ഷെ അവൾക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. റിസർവേഷൻ, നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വറീഡാവാതിരിക്കുക. പിന്നെ ഈ എല്ലാവരും ജനിച്ച് വീണപ്പോഴേ സക്സസ്ഫുൾ ആൾക്കാരായിട്ടൊന്നും അല്ല ജനിച്ച് വീണിരിക്കുന്നത്. നമ്മുടെ ചുറ്റിനും എത്രയോ റോൾ മോഡൽസ് ഉണ്ട് വിജയിച്ച് നിൽക്കുന്നവർ. അവർ എത്രയോ പരാജയങ്ങൾക്ക് ശേഷം വിജയിച്ചവരാണ്. അങ്ങനെയുള്ളവരുടെ ആത്മകഥകളൊക്കെ വായിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, സ്ട്രെസ് എടുക്കാതിരിക്കുക. എവിടെയെങ്കിലും നിങ്ങൾ ഭീകരമായിട്ട് സ്റ്റക്കായി പോയി തോന്നിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. ഇതൊക്കെ നിസ്സാര കാര്യമല്ല, ഇതിനൊക്കെ പോയി തെറപ്പി എടുക്കണമെന്നൊന്നും ചോദിക്കരുത്. അവർക്ക് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ സ്റ്റക്ക്, അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് പല വഴികൾ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇനി തോൽവിയെ ഒരു സാഹചര്യത്തിൻ്റെ തിരിച്ചടി എന്ന് കാണുന്നതിന് പകരം സ്വന്തം കഴിവില്ലായ്മയായിട്ട് കാണുന്നിടത്താണ് മെയിൻ പ്രശ്നം. തോൽവി എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്വന്തം കഴിവില്ലായ്മ അല്ല, ഒരു സാഹചര്യം അനുകൂലമായില്ല, അതുകൊണ്ട് സംഭവിച്ചതാണ്. ഇനി തോറ്റിരിക്കുന്നവരോടാണ്
അതായത് എല്ലാ പ്രശ്നത്തിലും സൊല്യൂഷനുണ്ട്. നിങ്ങൾ അവിടെ എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്ത് എന്ത് പ്രശ്നത്തിനും സൊല്യൂഷനുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങൾ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ അവിടെ എത്തും. ജസ്റ്റ് വെയിറ്റ്. അത് ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. അപ്പം നിങ്ങൾ അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റ കാര്യം ആലോചിക്കുക, നോട്ട് ടുഡേ. ഇന്ന് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. അത് നിങ്ങൾ എല്ലാ ദിവസവും മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ടുഡേ, ഞാൻ ഇന്ന് ഗിവ് അപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ജയിച്ചിരിക്കും.